നമസ്കാരം. ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു കെമിസ്ട്രിയിലെ ആദ്യത്തെ പാഠമായ സോളിഡ് സ്റ്റേറ്റിന്റെ 4ാമത്തെ ഭാഗമാണ്. മുൻ ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ചാണ്. പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദി പാർട്ടിക്കിൾസ്. അതായത് ഒരു സോളിഡിന്റെ അകത്ത് ഈ പാർട്ടിക്കിൾസ് എത്ര സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നു അതിന്റെ പെർസെന്റേജിനെയാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇതൊരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ആണ്. ഇതിനകത്ത് കോർണറിലാണ് പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ ലാറ്റീസ് പോയിന്റ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് അത് കറക്റ്റ് രൂപം ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കൊരു യൂണിറ്റ് സെൽ ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കോർണറിൽ നിന്ന് 1/8 ആണ് വരുന്നത് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആ യൂണിറ്റ്സിൽ കിട്ടുന്നത്. ഇതിന്റെ അകത്ത് വളരെ കുറച്ച് പോർഷൻ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, സ്ഫിയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കവർ ചെയ്തിട്ടുള്ളൂ. കുറെ സ്പേസ് എന്താണ് വേക്കന്റ് ആയി എടുക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു യൂണിറ്റ്സിന്റെ അകത്ത് എത്ര പോർഷനാണ് ഈ പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത് അതിന്റെ പെർസെന്റേജിനെ വിളിക്കുന്ന പേരാണ് പാക്കിംഗ് എഫിഷ്യൻസി. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പെർസെന്റേജ് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം താഴെ നമ്മൾ എടുക്കുന്നത് എപ്പോഴും ടോട്ടൽ വോളിയം ആയിരിക്കും അല്ലെ. ഇപ്പൊ ഈ യൂണിറ്റ് സെല്ലിന്റെ വോളിയമാണ് നമ്മൾ താഴെ എടുക്കുന്നത്, ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, ന്യൂമറേറ്റർ എന്താ എടുക്കുക, നമ്മുടെ കയ്യിലുള്ളത്. നമ്മളിവിടെ ഉള്ളത് എത്രയാ, ഇതിന്റെ അകത്ത് എത്ര പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് അവയുടെ വോളിയം. ഓക്കെ, വോളിയം ഒക്യുപ്പൈഡ് ബൈ ഓൾ സ്പിയേഴ്സ് ഇൻ ദ യൂണിറ്റ് സെൽ. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാം, വോളിയം ഒക്യുപ്പൈഡ് ബൈ ഓൾ സ്പിയേഴ്സ് ഇൻ ദ യൂണിറ്റ് സെൽ ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ഇൻറ്റു 100. നമുക്ക് ആദ്യത്തെ ടൈപ്പ് നോക്കാം, HCP ആൻഡ് CCP സ്ട്രക്ചർ. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ് HCP CCP സ്ട്രക്ചറുകൾ ഒരുപോലെ എഫിഷ്യന്റ് ആണ്. ഇനി ഇതിൽ CCP സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് മറ്റൊരു പേരാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ HCPയുടെയും CCPയുടെയും പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്യുന്നത് ആരുടെയാണ്, ഫേസ് സെന്റേർഡ് ക്യൂബിക്കിന്റെ ഫിഗർ തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി പഠിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ എഡ്ജ് ലെങ്ത്തും, അതായത് ഈ ക്യൂബിക് സ്ട്രക്ചറിന്റെ എഡ്ജ് ലെങ്ത്തും അതുപോലെ നമ്മളിവിടെയുള്ള പാർട്ടിക്കിൾസിന്റെ റേഡിയസുള്ള റിലേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് റേഡിയസ് നമ്മൾ കാണുകയാണ്. എഡ്ജ് ലെങ്ത് ഓഫ് യൂണിറ്റ് സെല്ലും അതുപോലെ റേഡിയസ് ഓഫ് സ്ഫിയർ തമ്മിലുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ നോക്കുക, ഇതിനകത്ത് ഫേസ് സെന്റേർഡ് ക്യൂബിക്കിനോട് സാദൃശ്യമുണ്ട് HCP CCP നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ഫേസ് സെന്റേർഡ് ക്യൂബിന്റെ പ്രത്യേകം എന്താ, പാർട്ടിക്കിൾസ് എവിടെയുള്ളത്, കോർണറിൽ ഉണ്ടായിരിക്കും, സെന്റർ ഓഫ് ഫേസ് ഉണ്ടായിരിക്കും അല്ലെ. ഇവിടെ 3 പാർട്ടിക്കിൾ കാണാൻ പറ്റും. അതൊരു ഫേസ് മാത്രം എടുത്ത് കാണിച്ചിരിക്കുകയാണ്. അതിനകത്തും ഈ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട് കേട്ടോ. ബിയിലും ഡിയിലും പാർട്ടിക്കിൾസ് ഉണ്ട്, അതോടെ കാണിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുകയാണ്. അതായത് ഈ പാർട്ടിക്കിൾസ് ഡയഗണലി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ഫേസിന്റെ ഡയഗണലി ആണ് പാർട്ടിക്കിൾസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ABC എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇതിൽ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യൂബിന്റെ എഡ്ജ് ആണ്. അപ്പൊ നമ്മൾ അതിനെ A എന്ന് കൊടുത്തു. ഇനി BCയും അതിന്റെ എഡ്ജ് ആണ്, അത് നമുക്ക് എന്ത് കൊടുക്കാം, A എന്ന് കൊടുക്കാം. ഇനി AC എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫേസിന്റെ ഡയഗണലാണ്. ആ ഡയഗണൽ വഴിയാണ് പാർട്ടിക്കിൾസ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇതാണ് പാർട്ടിക്കിൾസ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് 4R ആയിട്ട് എടുക്കാം. കാരണം ഇവിടെ നിന്ന് ഒരു R വരും, ഇതിന്റെ ഡയാമീറ്റർ മൊത്തം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 2R ഉണ്ട്, ഈ R ഉണ്ട്. അപ്പോൾ ടോട്ടൽ R പ്ലസ് 2R പ്ലസ് R ഈക്വൽ ടു 4R ആണ്. അപ്പൊ AC എന്നത് 4R ആണ്. നമ്മൾ അതിനെ ചുരുക്കി അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് B എന്ന സിമ്പിളും കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ അകത്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, AC സ്ക്വയർ ഇസ് ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ അല്ലെ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈറ്റ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ AC എന്ന് പറഞ്ഞ ലെങ്ത് നമ്മൾ എത്ര എടുത്തുള്ളത്, B ആയിട്ടാണ് എടുത്തുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം, AC സ്ക്വയർ എന്ത് കൊടുക്കാം, B സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, ഇനി BCയും ABയും അത് രണ്ടും എഡ്ജ് ലെങ്ത് ആണ്. അപ്പൊ BCക്ക് വരയായി കൊടുക്കാം, ABക്ക് വരയായി കൊടുക്കാം. നമുക്ക് എന്ത് കിട്ടും, B സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് A സ്ക്വയർ, ദാറ്റ് ഈസ് B സ്ക്വയർ ഈക്വൽ ടു 2A സ്ക്വയർ എന്ന് വരും. അപ്പോൾ B നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, B ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2A സ്ക്വയർ ആണ്.
അപ്പൊ 2a² റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2ന് റൂട്ട് ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? √2 എന്ന് എഴുതാം. a² റൂട്ട് എത്രയാണ്? a എന്ന് എഴുതാം. അപ്പൊ b = √2a എന്ന് കിട്ടി. ഈ b എന്ന് പറഞ്ഞാൽ എന്താ? ഫേസിന്റെ ഡയഗണലാണ്. ആ b 4r ഈക്വൽ ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ബിക്ക് വരെ ആറ് കൊടുക്കാം? 4r എന്ന് കൊടുക്കാം അല്ലെ? അപ്പൊ 4r = √2a ആണ്. എങ്കിൽ a കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ √2 എടുക്കുന്നു, അപ്പൊ ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ a = എന്ത് വന്നു? 4r/√2. ഓക്കെ, അവിടെ കട്ട് ചെയ്തു പോകും. അതായത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനോട് ഈക്വൽ ആണ്? 2 × 2 ഈക്വൽ ആണ് അല്ലെ? അപ്പൊ അവിടെ ഒരു √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2ന്റെ അകത്തുള്ള ഒരു √2 വെട്ടി പോകും അല്ലെ? ബാക്കി ഒരു √2 കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ 4/√2 എന്ന് പകരം എന്ത് കൊടുക്കാം? 2√2 എന്ന് കൊടുക്കാം. അപ്പൊ a = 2√2r ആണ്. അപ്പൊ ഈ ഫേസിന്റെ ഒരു ക്യൂബിക് അല്ലെങ്കിൽ HCP CCPയുടെ അകത്ത് എഡ്ജ് ലെങ്ത്തും അതുപോലെ റേഡിയസ് ഓഫ് സ്ഫിയർ എന്നുള്ള റിലേഷൻ എന്താണ്? a = 2√2r ആണ്. ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജ് ലെങ്ത് ഓഫ് യൂണിറ്റ് സെല്ലും r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് സ്ഫിയറുമാണ്. നമുക്ക് ഇത് വെച്ചിട്ട് പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ഇനി HCP CCP സ്ട്രക്ചർ ഫേസ് സെന്റേഡ് ക്യൂബിക്കിനോട് ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവിടെ 4 സ്ഫിയേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് അറിയാത്തവർ ആ വീഡിയോസ് കൂടെ കാണാം. ഓക്കെ, അപ്പൊ ടോട്ടൽ വോളിയം ഓഫ് സ്ഫിയർ, ഒരു സ്ഫിയറിന്റെ വോളിയം 4/3 πr³ എന്നറിയാം. അപ്പൊ 4 സ്ഫിയർ ഉണ്ടെങ്കിൽ എന്ത് വരും? 4 × 4/3 πr³. ഓക്കെ, ഇനി വോളിയം ഓഫ് ക്യൂബ്. വോളിയം ഓഫ് ക്യൂബ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. ക്യൂബിന്റെ വോളിയം a³ ആണ്. പക്ഷെ ഇവിടെ a ആറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആറുമായിട്ടുള്ള റിലേഷൻ എന്താണ്? 2√2r. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമ്മള് സ്ഫിയറിന്റെ വോളിയം കണ്ടെത്തി, ക്യൂബിന്റെ വോളിയം കണ്ടെത്തി. ഇനി പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. പാക്കിംഗ് എഫിഷ്യൻസി ഇക്വേഷൻ എന്താ? വോളിയം ഒക്യുപ്പൈഡ് ബൈ ഓൾ സ്ഫിയേഴ്സ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ × 100 ആണ്. അപ്പൊ ഇവിടെ വോളിയം ഒക്യുപ്പൈഡ് ബൈ 4 സ്ഫിയേഴ്സ്, ഇവിടെ 4 സ്ഫിയർ ഉള്ളതുകൊണ്ട് നമുക്ക് വോളിയം ഒക്യുപ്പൈഡ് ബൈ 4 സ്ഫിയേഴ്സ് എടുക്കണം, ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ × 100. ഓക്കെ, അപ്പൊ വോളിയം ഒക്യുപ്പൈഡ് ബൈ 4 സ്ഫിയേഴ്സ് അത് എത്രയാണ്? 4 × 4/3 πr³ ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എത്ര വരിക? 2√2r³ വരും. ഇതില് 4 × 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16/3 πr³ ആവും. ദെൻ 2√2r³ അല്ലെങ്കിൽ 2√2ന്റെ ക്യൂബ് ആണ് 16√2. r-ന്റെ ക്യൂബ് r³ വരും. ഇതിൽ കട്ട് ചെയ്ത് കളയാം. r³ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 74% എന്ന് ആൻസർ കിട്ടും. അപ്പോൾ HCP CCP സ്ട്രക്ചറിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്? 74% ആണ്. ഇതില് വാക്കന്റ് സ്പേസിന്റെ പെർസെന്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ കിട്ടിയുള്ള പാക്കിംഗ് എഫിഷ്യൻസി എന്ത് ചെയ്യണം? 100 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടുത്തെ വാക്കന്റ് സ്പേസ് എത്രയാണ്? 74. 100 കുറയ്ക്കാം അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 26% എന്ന് ആൻസർ വരും. അപ്പൊ 26% ആണ് ഇവിടുത്തെ വാക്കന്റ് സ്പേസ് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. അടുത്തത് ബോഡി സെന്റേഡ് ക്യൂബിക് സ്ട്രക്ചറിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് മുമ്പായിട്ട് നമ്മൾ ക്യൂബിന്റെ എഡ്ജ് ലെങ്ത്തും റേഡിയസ് ഓഫ് സ്ഫിയർ തമ്മിലുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ BCC സ്ട്രക്ചറിന്റെ അകത്ത് സ്പിയേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത് ബോഡിയുടെ ഡയഗണൽ വഴിയാണ്. അപ്പോൾ ഇവിടെ ഈ AF ആണ് ആ കണക്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ AF എന്ന് പറഞ്ഞാൽ 4r ഈക്വൽ ആണ്. ഓക്കെ, ആ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ AD എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത് ആണ്, FD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിന്റെ ഡയഗണലാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഒന്ന് ബോഡിയുടെ ഡയഗണലുണ്ട്, ഫേസിന്റെ ഡയഗണലുണ്ട്, എഡ്ജ് ലെങ്ത് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഫേസിന്റെ ഡയഗണലും എഡ്ജ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ട്രയാങ്കിൾ EFD എടുക്കുന്നു. ട്രയാങ്കിൾ EFD ഫേസിലുള്ള ട്രയാങ്കിൾ ആണ് EFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിന്റെ ഡയഗണൽ വരുന്നുണ്ട്. ഓക്കെ, EFD എടുത്തു കഴിഞ്ഞാൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് 90 ഡിഗ്രി ആണ്. ഈ FD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ്. FD എന്ന് പറഞ്ഞാൽ BOD ഈക്വൽ ആണ്. ഓക്കെ, EFഉം EDയും എഡ്ജ് ലെങ്തുകളാണ്. അത് AIയോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് പറയാം അവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള FD അത് B ആണ്. അപ്പൊ B² = then FE² + ED² ആണ്. FE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജ് ലെങ്ത് A ആണ്, EDയും എഡ്ജ് ലെങ്ത് A ആണ്. അപ്പൊ A² + A². സോ B² = 2² എന്ന് കിട്ടും.
ബി ഈക്വൽ ടു √2a എന്ന് കിട്ടും. നമ്മൾ കഴിഞ്ഞ ഫേസിന്റെ ഒരു ക്യൂബിക്കിനകത്ത് കണ്ട അതേപോലെ തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, ഫേസിന്റെ ഒരു ക്യൂബിക് എന്ന് പറഞ്ഞാൽ HCP CCPയോട് ഈക്വൽ ആണെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അത് നമുക്ക് ചെയ്യേണ്ടത് ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതും റേഡിയസ് നമ്മൾ റിലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ AFD എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടെയുള്ള AFD എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അവിടെ AF ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, AF നമ്മൾ കൊടുത്തിട്ടുള്ളത് C എന്ന് പറയുന്ന സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം C² ഇസ് ഈക്വൽ ടു A² പ്ലസ് B². ഓക്കെ, പക്ഷെ B² എന്ന് പറഞ്ഞാൽ 2A² ഈക്വൽ ആണല്ലോ. അപ്പോൾ B² പകരം എന്ത് കൊടുക്കാം? 2A² കൊടുക്കാം. അപ്പോൾ C² എന്ത് കിട്ടും? A² പ്ലസ് 2A² 3A² ആണ്. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ C ഇസ് ഈക്വൽ ടു √3a എന്ന് വരും. ഓക്കെ, ഈ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഡയഗണലാണ്. ആ ബോഡിയുടെ ഡയഗണലിലൂടെയാണ് സ്പിയേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ C എന്ന് പറഞ്ഞാൽ 4R ഈക്വൽ ആണ്. ഇത് R ആണ്, ഇത് 2R ആയിരിക്കും, അതുപോലെ ഇത് R ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? ടോട്ടൽ 4R വരും. അപ്പൊ C എന്ന് പറഞ്ഞാൽ ആരോട് ഈക്വൽ ആണ്? 4R ഈക്വൽ ആണ്. അപ്പൊ സിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 4R എന്ന് കൊടുക്കാം, അല്ലെ? അപ്പൊ √3a ആരോട് ഈക്വൽ ആയി? 4R ഈക്വൽ ആയി. അപ്പൊ A ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 4R/√3 എന്ന് വരും. അപ്പൊ ഇവിടെ എഡ്ജ് ലെങ്ത്തും റേഡിയസും ബന്ധം എന്താണ്? A ഇസ് ഈക്വൽ ടു 4R/√3. ഇവിടെ നമുക്ക് റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ കൂടി ഉണ്ടാക്കാം, അതുകൂടെ അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് ബോഡി സെന്റർ ക്യൂബിക്കിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ബോഡി സെന്റർ ക്യൂബിക് സ്ട്രക്ചറിന്റെ അകത്ത് 2 സ്പിയേഴ്സ് ആണ് ഉള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വോളിയം, ടോട്ടൽ വോളിയം ഓഫ് സ്പിയേഴ്സ് എത്രയായിരിക്കും? 2 × 4/3πr³ ഒരു സ്പിയറിന്റെ വോളിയം 4/3πr³ ആണ്, നമുക്കറിയാമല്ലോ. ഓക്കെ, ഇനി വോളിയം ഓഫ് ക്യൂബ് കാണണം. ക്യൂബിന്റെ വോളിയം എപ്പോഴും എന്തിനോട് ഈക്വൽ ആണ്? A³ ഈക്വൽ ആണ്. പക്ഷെ ഇവിടെ A ആറുമായിട്ട് റിലേഷൻ വ്യത്യാസമുണ്ട്. തൊട്ട് മുമ്പിൽ FCCയിലെ പോലെയല്ല ഇവിടെയുള്ളത്. ഇവിടെ A എന്തിനോട് ഈക്വൽ ആണ്? 4R/√3 ഈക്വൽ ആണ്. അപ്പൊ Aക്ക് പകരം 4R/√3 കൊടുത്തു. അപ്പൊ 4R/√3 എന്ന് വന്നു. പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി ഇക്വേഷൻ എന്തായിരുന്നു? വോളിയം ഓക്യുപ്പൈഡ് ബൈ സ്പിയേഴ്സ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ × 100. ഇവിടെ 2 സ്പിയേഴ്സ് ഉള്ളതുകൊണ്ട് ആ 2 സ്പിയറിന്റെ വോളിയം 2 × 4/3πr³ ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എത്രയാണ്? 4R/√3 ഇതിന്റെ 2 × 4 8/3 വരും. പിന്നെ πr³ ഉണ്ട്. അതുപോലെ 4/√3 എടുത്തു കഴിഞ്ഞാൽ 64/3√3 വരും. ഓക്കെ, ഇതിൽ R³ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 68% കിട്ടും. അപ്പൊ ഇവിടത്തെ വാക്കന്റ് സ്പേസ് കാണുമ്പോൾ എന്ത് ചെയ്യണം? 100ൽ നിന്നും 68 സബ്സ്ട്രാക്ട് ചെയ്യാം, അല്ലെ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 32% കിട്ടും. അപ്പോൾ BCCയിനകത്തുള്ള വാക്കന്റ് സ്പേസ് എത്രയാണ്? 32 ആണ്. അവിടെ ഒക്യുപ്പൈ ചെയ്തത് എത്രയാണ്? 68% ആണ്. അടുത്തത് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് സ്പിയറിന്റെ റേഡിയസും അതുപോലെ ക്യൂബിന്റെ എഡ്ജ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ കാണണം. ഇവിടെ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, പാർട്ടിക്കിൾസ് പ്രസന്റ് ഓൺലി അറ്റ് ദി കോർണേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഡ്ജ് ലെങ്ത് എയും റേഡിയസും റിലേഷൻ നമുക്ക് നോക്കി അറിയാം, അല്ലെ? ഇതാണ് റേഡിയസ്, ഇതും ആറാണ്, ഇതും ആറാണ് എങ്കിൽ A = എത്രയാണ്? 2R എന്ന് കിട്ടും. എങ്കിൽ വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ്സിൽ എത്രയായിരിക്കും? ക്യൂബിന്റെ വോളിയം A³ ആണ്, നമുക്കറിയാം. ഇവിടെ A ആറായിട്ട് റിലേഷൻ എന്താണ്? A = 2R ആണ്. അപ്പൊ Aക്ക് പകരം 2R കൊടുക്കാം. 2R3 2³ 8 R³ അവിടെ R³ എന്ന് എഴുതാം. ഓക്കെ, ഇനി സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സിനകത്ത് ഒരു സ്പിയർ മാത്രമേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിൽ വോളിയം എത്രയായിരിക്കും? ഒരു സ്പിയറിന്റെ വോളിയം അത് 4/3πr³ ആണ്. പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസിനകത്ത് വരുന്ന വോളിയം ഓഫ് 1 ആറ്റം, അതായത് വോളിയം ഓഫ് 1 സ്പിയർ ബൈ വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ × 100. അപ്പോൾ 1 സ്പിയറിന്റെ വോളിയം നമുക്കറിയാം 4/3πr³ ആണ്. വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ നമുക്ക് കണ്ടെത്തിയേണ്ടത് 8R³ ആണ്. ഇവിടെ R³ കട്ട് ചെയ്ത് പോകും. അതുപോലെ 4 8ൽ 2 ടൈംസ് പോകും. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? π/6 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 52.36 റൗണ്ട് ചെയ്ത് 52.4% എന്ന് എടുക്കുന്നു. അപ്പോൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്? 52.4% ആണ്. ഇവിടെയും നമുക്ക് വാക്കന്റ് സ്പേസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 100ൽ നിന്നും ആര് കുറയ്ക്കുക? 52.4 കുറയ്ക്കുന്നു, അല്ലെ? അപ്പൊ നമുക്ക് എത്ര ഉത്തരം വരും? 40
47.6 എന്ന് ആൻസർ വരും. 47.6 ആണ് അവിടുത്തെ വാക്കന്റ് സ്പേസ്. അപ്പോൾ 47.6% വാക്കന്റ് ആയി കൊടുക്കുന്നു, 52.4% അവിടെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നതും കൂടെ അറിഞ്ഞിരിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും.